കാശി രാജാവിന്റെ പുത്രിമാരായിരുന്നു അംബ, അംബിക, അംബാലിക എന്നിവർ. സുന്ദരികളായ യുവതികളെ തേടി ഒരു നാൾ ഹസ്തിനാപുരത്തെ ഭീഷ്മ പിതാമഹൻ കാശിയിലെത്തി. വന്നപാടെ അദ്ദേഹം കാശി രാജാവിനോട് ആജ്ഞാപിച്ചു, രാജൻ, എൻ്റെ അനുജനായ വിചിത്രവീര്യന് താങ്കളുടെ പുത്രിമാരെ പത്നിമാരാക്കുവാൻ തരിക. ഭീഷ്മരുടെ ആവശ്യം കാശി രാജാവ് അംഗീകരിച്ചില്ല. ഭീഷ്മരാവട്ടെ ഉടൻ തന്നെ സർവരും നോക്കി നിൽക്കവേ കാശി രാജപുത്രകളെ അപഹരിച്ചുകൊണ്ട് കടന്നുകളഞ്ഞു. ആ സമയം വിവാഹത്തിനായി എല്ലാവിധ ഒരുക്കങ്ങളും ഹസ്തിനാപുരിയിൽ നടന്നു കഴിഞ്ഞിരുന്നു. വിവാഹ മണ്ഡപത്തിലെത്തിയ 3 കന്യകമാരിൽ തന്നെയായിരുന്നു ഏവരുടെയും ശ്രദ്ധ. അപ്പോൾ അവരിൽ മൂത്തവളും അതിസുന്ദരിയുമായ അംബ മുന്നോട്ട് വന്ന് ലജ്ജയോടും വ്യസനത്തോടും ഭീഷ്മരോട് പറഞ്ഞു, രാജൻ, ഞാൻ വളരെ നാളുകൾക്ക് മുമ്പ് സ്വാൽവൻ എന്ന രാജാവിനെ മനസ്സാൽ വരിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന് എന്നോട് മതിയായ സ്നേഹമുണ്ട്. അതിനാൽ ബലാത്കാരമായി എന്നെ ഇവിടെ കൊണ്ടുവന്ന് മറ്റൊരു രാജാവിന് വിവാഹം ചെയ്തു കൊടുക്കുന്നത് നീതിയാണോ? ധർമ്മജ്ഞനായ അവിടുന്ന് തന്നെ ചിന്തിച്ചാലും. അവളുടെ വാദം യുക്തമാണെന്ന് ഭീഷ്മർക്ക് മനസ്സിലായി. അദ്ദേഹം അവളുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുവാൻ അവൾക്ക് അനുവാദം കൊടുത്തു. സന്തോഷത്തോടുകൂടി അംബ സാൽവരാജ സന്നിധിയിലെത്തി. പ്രാണനാഥ, ഭീഷ്മർ ധർമ്മിഷ്ഠനാണ്. അങ്ങയോടുള്ള എൻ്റെ പ്രണയം തിരിച്ചറിഞ്ഞ അദ്ദേഹം എന്നെ വിട്ടയച്ചിരിക്കുന്നു. രാജൻ, അവിടുത്തെ പ്രിയ പ്രണയിനിയാണല്ലോ ഞാൻ. എന്നെ സ്വീകരിച്ചാലും പ്രഭു. പക്ഷെ സാൽവന്റെ മുഖം പ്രസന്നമായില്ല. അദ്ദേഹം അംബയെ ഉപദേശിച്ചു, സുന്ദരി, നീ പറഞ്ഞതെല്ലാം ന്യായയുക്തമാണ്. നിന്നെ ഞാൻ കാമിച്ചിരുന്നുവെന്നതും ശരിയാണ്. എന്നാൽ ഭീഷ്മർ നിന്നെ കരംഗ്രഹിച്ച് രഥത്തിൽ കയറ്റുന്നതിന് ഞാനും സാക്ഷിയായിരുന്നുവല്ലോ. മറ്റൊരുവൻ കരഗ്രഹിച്ച സ്ത്രീയെ ഞാൻ സ്വീകരിക്കുന്നത് അപമാനത്തിനിട വരുത്തും. അമ്മേ, നീ ഇപ്പോൾ വാസ്തവത്തിൽ ഭീഷ്മരുടെ പത്നിയാണ്. അദ്ദേഹത്തെ സമീപിക്കുക. സാൽവൻ ഒഴിഞ്ഞുമാറി. അംബ അത്യധികം ദുഃഖിച്ചു. അതോടൊപ്പം ആ കന്യകയുടെ ഹൃദയത്തിൽ ഭീഷ്മരോടുള്ള പകയും ഉടലെടുത്തു. പിതൃഭവനത്തിൽ നിന്നും തന്നെ അപഹരിക്കുകയും കാമുകനാൽ തിരസ്കരിക്കപ്പെടുവാൻ കാരണമാകുകയും ചെയ്ത ഭീഷ്മരോട് പ്രതികാരം ചെയ്യുവാൻ അവൾ ആഗ്രഹിച്ചു. ഭീഷ്മരെ നേരിടുവാൻ കഠിന തപസ്സിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂവെന്ന് ബോധ്യമായ അംബ യമുനാ നദി തീരത്തേക്ക് യാത്രയായി. ആഹാരപാനീയങ്ങൾ ത്യജിച്ച് 6 വർഷത്തോളം അവൾ തപസ് ചെയ്തു. അതിനുശേഷം 1 വർഷം യമുനാ നദിയിലെ ജലത്തിൽ മുങ്ങിക്കിടന്നു. തുടർന്ന് 1 വർഷം കരിയിലകൾ മാത്രം ആഹാരമാക്കി തപം തുടർന്നു. അവസാനം ഗംഗാദേവി പ്രത്യക്ഷമായി. അംബേ, ഭീഷ്മരെ വധിക്കുവാൻ നിനക്ക് സാധ്യമല്ല. സാധ്യമല്ലാത്ത ഒരു കർമ്മത്തിനായി നിന്റെ യൗവനം പാഴാക്കുന്നത് എന്തിന്? ദേവി അംബയെ ഉപദേശിച്ചു. ഇച്ഛാഭംഗം അംബയുടെ മിഴികളെ നിറച്ചു. അവൾ ദീനം വിലപിച്ചു. വളരെ പ്രയാസപ്പെട്ട് തന്റെ ദുഃഖമൊതുക്കിക്കൊണ്ട് കണ്ണുനീർ തുടച്ച ശേഷം അവൾ ഗംഗാദേവിയോട് കയർത്തു. ഹേ ഗംഗാദേവി, അവിടുത്തെ പുത്രസ്നേഹമാണ് ഈ വിധം എന്നോട് പറയുന്നതിന് ഇടവരുത്തിയിരിക്കുന്നത്. ദേവി അറിയുക, ശ്രേഷ്ഠനെന്ന് അഹങ്കരിക്കുന്ന ഭീഷ്മർ നീചനാണ്. അവൻ ഈ കന്യകയുടെ ശാപത്തിൽ നിന്നും ഒരിക്കലും മോചിതനാകുവാൻ സാധിക്കുകയില്ല. അംബയുടെ പ്രസ്താവന ഗംഗാദേവിയെ കുപിതയാക്കി. ദേവിയുടെ മുഖം ചുവന്നു തുടുത്തു. മനോഹരമായ ആ മിഴികളിൽ അഗ്നിജാലുകൾ മിന്നിത്തെളിഞ്ഞു. എന്റെ ഉപദേശം അംഗീകരിക്കാതെ വീണ്ടും പ്രതികാരത്തിന് വഴിയൊരുക്കുന്നു. അഹങ്കാരി, നിന്റെ ഗർവം അവസാനിക്കുന്നുവെന്ന് തന്നെ കരുതുന്നു. ഒരു നദിയായി വത്സരാജ്യത്തിൽ നീ അലഞ്ഞു നടക്കുവാൻ ഇടവരട്ടെ. ഗംഗ ശപിച്ചു. ശാബലാബലമായ അംബയുടെ ഒരംശം നദിയായി മാറി. എങ്കിലും തന്റെ നിശ്ചയദാർഢ്യത്തിൽ നിന്നും അല്പം പോലും അംബ പിന്നോട്ടു പോയില്ല. തന്റെ ആയുസിന്റെ ബാക്കി ഭാഗം അവൾ തപസ്സിനായി മാറ്റിവെച്ചു. ഹിമാലയ പ്രാന്തത്തിൽ പോയി അംബ ശിവനെ തപസ് ചെയ്തു. അവളുടെ ഉഗ്ര തപസ് വർഷങ്ങളോളം തുടർന്നു. ഒടുവിൽ ഭഗവാൻ പ്രത്യക്ഷനായി. ദേവ, ഹസ്തിനാപുരിയിൽ യശസമ്പന്നായി ശോഭിക്കുന്ന ഭീഷ്മാചാര്യർ മാത്രമാണ് എൻ്റെ ജീവിതത്തിലെ ആനന്ദമെല്ലാം അപഹരിച്ചത്. അദ്ദേഹത്തോട് പ്രതികാരം ചെയ്യുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. പ്രഭു, ഭീഷ്മരെ വധിക്കുവാൻ എന്നെ ശക്തിയാക്കിയാലും, അംബ അപേക്ഷിച്ചു. ഭഗവാന്റെ കണ്ണുകൾ വാത്സല്യം നുരയിട്ടു. അദ്ദേഹം അരുളി ചെയ്തു, ഭദ്രേ, ഈ ജന്മത്തിൽ നിനക്ക് ഭീഷ്മ പിതാമഹനെ വധിക്കുവാൻ കഴിയുന്നതല്ല. ഭഗവാന്റെ വാക്കുകൾ കേട്ട അംബ പൊട്ടിക്കരഞ്ഞുപോയി. പരമേശ്വരൻ അവളെ സ്വാന്തനിപ്പിച്ചു. കന്യകെ, ഈ ജന്മം നിനക്ക് ഭീഷ്മരെ വധിക്കാൻ സാധിക്കുകയില്ലെന്നല്ലേ ഞാൻ അറിയിച്ചുള്ളൂ. ദുഃഖം മതിയാക്കുക. അടുത്ത ജന്മത്തിൽ നീ പുരുഷത്വം പ്രാപിക്കും. അന്ന് ദ്രുപദ രാജാവിന്റെ വംശത്തിൽ പറക്കുന്ന നീ ചിത്രയോധി എന്ന മഹാപോരാളിയായി മാറും. അക്കാലത്ത് പാണ്ഡവ കൗരവന്മാർ തമ്മിൽ ഉണ്ടാകുവാൻ പോകുന്ന കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവപക്ഷം ചേരുന്ന നിനക്ക് ശത്രുപക്ഷക്കാരനായി പോരിൽ അണിനിരക്കുന്ന ഭീഷ്മരെ വധിക്കുവാൻ സാധിക്കും. അംബ ആനന്ദത്താൽ മതിമറന്നു. അവൾ സ്തുതികളോടെ കൈലാസനാഥന്റെ പാദങ്ങളിൽ വീണ് പ്രണമിച്ചു. മന്ദസ്മരവേദനായ ഭഗവാൻ പ്രത്യക്ഷനായി. സാക്ഷാൽ ഗിരിനാഥന്റെ അനുഗ്രഹത്താൽ തന്റെ പ്രതികാരം പൂർത്തിയാക്കി. ദേവ, അവിടുത്തെ കൃപയ്ക്കും എന്നും അംബ നന്ദിയുള്ളവളായിരിക്കും. എന്റെ അപമാനത്തിന് മനോവേദനയ്ക്കും കാരണക്കാരനായ ഭീഷ്മരെ അടുത്ത ജന്മത്തിൽ വധിക്കുവാനുള്ള അവകാശവും ശക്തിയും നൽകിയതിൽ പരമേശ്വര, അങ്ങയിൽ ഞാൻ കൃതജ്ഞതയുള്ളവളായിരിക്കും. ഇപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ട് അംബ ചിതയൊരുക്കി അഗ്നിപ്രവേശനം നടത്തുകയും ചെയ്തു. അടുത്തത്
ശിഖണ്ഡിയുടെ ജനനത്തിന്റെ കഥയാണ്. തുടരും.